വ്യോമ പ്രതിരോധ നിർമ്മാണ ക്ലബ്ബിൽ ഇന്ത്യ ഇടം നേടിയോ? അതെ, ഇന്ത്യ ഇടം നേടി എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആണത്. അതൊരു ഇന്ത്യയുടെ വലിയ നേട്ടമാണ്. കാരണം നമ്മളുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ നമ്മൾ വികസിച്ച് മുൻപന്തിയിലേക്ക് വന്നിരിക്കുന്നു. മൂൺ ക്ലബ്ബിൽ കയറുന്നു, അതുപോലെ മാർസ് ക്ലബ്ബിലേക്ക് എത്തുന്നു. അതായത് ചന്ദ്രനിൽ ഇറങ്ങിയവർ, ഇല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് ഇത് ഉപഗ്രഹം അയച്ചവർ, ഇല്ലെങ്കിൽ അതുപോലെ തന്നെ മാർസിലേക്ക് ഉപഗ്രഹം അയച്ചവർ, ഇങ്ങനെയൊക്കെയുള്ള ക്ലബ്ബുകളുണ്ടല്ലോ. ആ ക്ലബ്ബുകളിലേക്ക് ഇന്ത്യ ഉയർന്നതുപോലെ പ്രതിരോധ നിർമ്മാണ രംഗത്ത് ഇന്ത്യ ഒരു വലിയ കുതിപ്പ് നടത്തിയിരിക്കുകയാണെന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ എയർ ഡിഫൻസ് രംഗത്തുള്ള സ്വന്തമായിട്ടുള്ള മിസൈൽ ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളത്, ഇതിനെ പറ്റിയിട്ടുള്ള വാർത്തകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും അങ്ങനെ പരസ്യമായിട്ട് ഇന്ത്യ ഇങ്ങനെ നിർമ്മിച്ച കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇന്ത്യ നിർമ്മിക്കുന്ന മിസൈലുകളുടെ കാര്യമൊക്കെ ഇന്ത്യ വെളിപ്പെടുത്തും. ഞങ്ങൾ ഇത്ര ദൂരം ശേഷിയുള്ള ഒരു മിസൈൽ പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നു. പക്ഷേ ഇതങ്ങനെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും പുറത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രതിരോധ സെക്രട്ടറിയൊക്കെ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. എങ്കിലും ഒരു വലിയ ആഘോഷമായിട്ട് ഇന്ത്യ അത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളത്. കാരണം നമുക്ക് ഈ പറയുന്ന വ്യോമ പ്രതിരോധ മിസൈലുകൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതിന് വലിയ ചിലവുണ്ട്. ഇപ്പോൾ തന്നെ S-400 യൂണിറ്റുകൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ഏതാണ്ട് 10,000 കോടിയോളം രൂപ കൊടുത്തിട്ടാണ് അതിനെ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ വലിയ ചിലവാണ്, ഭാരിച്ച ചിലവാണ്. അപ്പോൾ ഇന്ത്യയുടെ മറ്റു കാര്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള തുക ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മളുടെ ഒരു ലാഭം ഇതിൽ. അത് മാത്രവുമല്ല, നമ്മളിവിടെ വികസിപ്പിക്കുന്ന ഈ മിസൈൽ സംവിധാനങ്ങൾ വാങ്ങാനായിട്ട് മറ്റ് രാജ്യങ്ങൾ തയ്യാറാകും. അപ്പോൾ അങ്ങനെ തയ്യാറാകുമ്പോഴത്തേക്ക് നമുക്ക് വരുമാനം ഉണ്ടാകുകയും ചെയ്യും, നമുക്ക് ലാഭം ഉണ്ടാകും. അങ്ങനെ നമുക്ക് വലിയ നേട്ടത്തിലേക്ക് തുറക്കുന്ന ഒരു വാതിലാണ് ഇപ്പോൾ ഈ എയർ ഡിഫൻസ് മിസൈൽ ക്ലബിലേക്ക് ഇന്ത്യ എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആ ക്ലബിലുള്ളത് ആരൊക്കെയാണ്? US ഉണ്ട്, അമേരിക്കയ്ക്കാണ് സ്വന്തമായിട്ട് ഈ അയൺ ഡോമും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത്തരത്തിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ഇല്ലെങ്കിൽ ഇപ്പം മിസൈൽ പ്രതിരോധ സംവിധാനം എന്ന് പറയാൻ പറ്റില്ല, എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിനകത്ത് ഡ്രോണുകൾ വരും, ഈ പറയുന്ന വലിയ ഡ്രോണുകളും ചെറിയ ഡ്രോണുകളും വരും, ബാലിസ്റ്റിക് മിസൈലുകൾ വരും, ഈ പറയുന്ന പോലെയുള്ള റോക്കറ്റുകൾ, ചെറിയ തരത്തിലുള്ള റോക്കറ്റുകൾ വന്നേക്കാം. ഈ പറയുന്ന ഈ വ്യോമ സംവിധാനമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് യുദ്ധവിമാനങ്ങളും വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ 4D എന്ന് പറഞ്ഞൊരു വലിയ ഒരു വെടിക്കോപ്പ് എന്നുള്ളൊരു പ്രതിരോധ സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് ഡ്രോണുകളെ ഡിറ്റക്റ്റ് ചെയ്ത് ഡിസ്മാൻഡിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ തകർക്കുന്ന ഒരു സിസ്റ്റം. അത് നമ്മളുടെ വലിയ വിജയമായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ പറയുന്ന വിവിധ തരത്തിലുള്ള ദ്രോണം പോലെയുള്ള ലേസർ ഉപയോഗിച്ചുകൊണ്ട് ഡ്രോണുകൾ തകർക്കുന്ന ആയുധങ്ങളുണ്ടാക്കി. അതിനൊക്കെ ഒപ്പമാണ്, ഇതിനെല്ലാം ഒരുമിച്ച് ചേർത്ത് വായിക്കണം, എങ്കിലേ നമ്മൾ എത്രത്തോളം വളർന്നിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇന്ത്യ കുശ എന്ന് പറയുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ വ്യോമ പ്രതിരോധ സംവിധാനം എന്ന് പറയുമ്പോഴും അതിനകത്ത് മിസൈലുകളാണുള്ളത്. ഈ മിസൈലുകൾ പോയിട്ട് നമുക്ക് നേരെ വരുന്ന മിസൈലുകളെ തകർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള M1 എന്ന് പറയുന്ന ഒരു ഇൻ്റർസെപ്റ്റർ മിസൈലിൻ്റെ പരീക്ഷണമാണ് ഇന്ത്യ നടത്തി വിജയിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ മിസൈൽ 1ാം ഘട്ടമാണ്. ഇനി 2ാം ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ നിർമ്മിച്ച 150 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈലാണ് പരീക്ഷിച്ചതെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന 300 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈലാണ്. അത് ഒന്നാമത്തെ മിസൈൽ വിജയമായതുകൊണ്ട് തന്നെ അധികം വൈകാതെ മറ്റത് വരും, നമുക്കധികം സമയമെടുക്കില്ല എന്നുള്ളതാണ്. 3ാമത് 400 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈലാണെന്നുള്ളത്. ഇത് പൂർണ്ണമായിട്ടും തദ്ദേശീയമായി നിർമ്മിച്ചാണ്. അല്ലെങ്കിൽ തന്നെ നമ്മളുടെ കയ്യിൽ നല്ല മിസൈൽ ടെക്നോളജി ഉണ്ട്. നമ്മുടെ കയ്യിൽ അഗ്നിയുണ്ട്, രുദ്രയുണ്ട്, പിനാകയുണ്ട്. പിനാക റോക്കറ്റാണ്. എങ്കിൽ ഈ പറയുന്ന ഒരു റോക്കറ്റ് മിസൈൽ സാങ്കേതിക രംഗത്ത് ലോകത്തിന് മുന്നിൽ ഏറ്റവും കഴിവുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ISROയിലൊക്കെ വളരെയധികം വിജയിച്ച് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഇതിനെ പറ്റിയിട്ട് സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഇങ്ങനെ ഒരു മിസൈൽ നമ്മൾ പരീക്ഷിച്ചു, അത് വിജയവുമായിരുന്നു എന്ന് പറയുന്നു. ആകാശ് എന്ന് പറയുന്ന നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. അത് കൂടാതെയാണ് നമ്മൾ ഈ പറയുന്ന S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് സുദർശന ചക്ര എന്ന് പറഞ്ഞ ഒരു പ്രതിരോധ സംവിധാനമായിട്ട് നമ്മളതിനെ നിർമ്മിച്ചിട്ടുമുണ്ട്. അതിലേക്കാണ് ഈ കുശ വരുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കുശയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘദൂരമുള്ളതും ഹ്രസ്വദൂരമുള്ളതായിട്ടുള്ളതിനെ തകർക്കുക എന്നുള്ളത്. ഇപ്പം 150 കിലോമീറ്ററിൻ്റെ ആണല്ലോ പരീക്ഷിച്ചത്. ഇനി അത് 400 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ളതായിട്ട് മാറും എന്നുള്ളതാണ്. അതായത് നമുക്ക് നിലവിൽ നമ്മളിപ്പോൾ 288 മിസൈലുകൾ അടങ്ങിയ S-400 2 യൂണിറ്റുകൾ കൂടിയാണ് ഇവിടെ വരുന്നത്. അതിൽ 4 തരത്തിലുള്ള മിസൈലുകളുണ്ട്. ഒന്ന് 400 കിലോമീറ്ററുള്ള ദീർഘദൂര മിസൈലുകളെ തകർക്കാനുള്ള സംവിധാനം, 220 കിലോമീറ്റർ ശേഷിയുള്ള മറ്റൊരു മിസൈൽ, പ്രതിരോധ മിസൈൽ, പിന്നെ 120 കിലോമീറ്റർ ശേഷിയുള്ളത്, പിന്നെ 40 കിലോമീറ്റർ ഹ്രസ്വദൂരത്തിൽ വെച്ച് തകർക്കാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S-400 പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന് തന്നെ
മിസൈൽ വരുന്നതോ മിസൈലോ ഡ്രോണോ വിമാനമോ യുദ്ധവിമാനമോ വരുന്നതിനെ ദൂരെ നിന്ന് തന്നെ അറിയാൻ കഴിയുകയും ദൂരത്തിൽ വെച്ച് തകർക്കാൻ ശ്രമിക്കും. അത് നടന്നില്ലെങ്കിൽ അടുത്തതിൽ ശ്രമിക്കും. അങ്ങനെ 4 ഘട്ടമായിട്ട് ശ്രമിക്കാൻ കഴിയും. ആദ്യത്തിൽ തന്നെ തകരും എന്നുള്ളതാണ് സംശയമില്ലാത്ത കാര്യം. അപ്പോൾ ദീർഘമായിട്ടുള്ളൊരു പ്രതിരോധ ശേഷി ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു യുദ്ധം ഉണ്ടായല്ലോ. ആ യുദ്ധത്തിൽ എന്താണ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ പറയുന്ന ബേസുകൾ പലതും 300 കിലോമീറ്ററിൻ്റെ ഒക്കെ അപ്പുറത്തായിരുന്നു അതിർത്തിയിൽ നിന്ന്. ആ മേഖലയിലേക്ക് ഉള്ളിലേക്ക് ചെന്നാണ് നമ്മൾ ആ ബേസിൽ ഉണ്ടായിരുന്ന അവരുടെ വ്യോമാക്രമണ സംവിധാനങ്ങളെയൊക്കെ തകർത്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ പറയുന്ന സൈനിക കേന്ദ്രങ്ങളൊക്കെ, പ്രത്യേകിച്ച് വ്യോമ സൈനിക കേന്ദ്രങ്ങൾ, വ്യോമ ആക്രമണ കേന്ദ്രങ്ങളെല്ലാം കൊണ്ടുവന്ന് അഫ്ഗാൻ്റെ അതിർത്തിയിലും ഈ പറയുന്ന ഇറാൻ്റെ അതിർത്തിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ കയ്യെത്തും ദൂരത്താണ് ഇരിക്കുന്നതെങ്കിൽ അവർക്ക് ഭയമാണ്. കാരണം ഇതിനെ എല്ലാം തകർത്ത് കളയുമോ എന്നുള്ളത്. അപ്പോൾ അമേരിക്കയ്ക്കും ഇപ്പോൾ ഭയമുണ്ട് എന്നാണ് പറയുന്നത്. കാരണം അമേരിക്കയുടെ ഒരു എയർബേസ് നമ്മൾ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ആക്രമണം നടത്തിയത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഭയമാണ്. ഇന്ത്യയുടെ കൈക്കുള്ളിലാണ് ഞങ്ങൾ, അപ്പോൾ ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകും. പിന്നെ അതൊരു ക്ലാഷിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് അമേരിക്കയ്ക്ക് അതിന് താല്പര്യമില്ലാത്തൊരു അവസ്ഥയിലും കൂടെയാണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിൽ ഇന്ത്യയുടെ പ്രഹരശേഷി വർദ്ധിച്ചു എന്നുള്ളതാണ്. ആ പ്രഹരശേഷിയുടെ ആക്കം കൂട്ടാൻ, അല്ലെങ്കിൽ അതിൻ്റെ കരുത്ത് കൂട്ടാൻ, അടിയുടെ ശക്തി കൂട്ടാനായിട്ടാണ് കുശ കൂടി എത്തുന്നത്. അപ്പോൾ കുശ, ആകാശ്, S-400 ഇത് ഇത്രയുമായിട്ട് നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്കുള്ളത് ഞാൻ പറയാം. അതിനു മുമ്പ് ഇത്രയും പ്രതിരോധ സംവിധാനങ്ങൾ, പിന്നെ D4 പോലുള്ള സംവിധാനങ്ങൾ, ദ്രോണം പോലുള്ള ആയുധങ്ങൾ, ഇതെല്ലാം കൊണ്ട് തന്നെ ഇന്ത്യക്ക് ചുറ്റും ഒരു അദൃശ്യ മതിൽ രൂപപ്പെടുകയാണ്, ഒരു അദൃശ്യ കവചം രൂപപ്പെടുകയാണ്. ആ രൂപപ്പെട്ട അദൃശ്യ കവചം എന്ന് പറയുന്നത് ഇന്ത്യയെ പൂർണ്ണമായിട്ടും സംരക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതപ്പോൾ ഇതെല്ലാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടോടുകൂടിയുണ്ട്. കുശ ഇനി വികസിപ്പിച്ച് അതിനെ കൂടുതൽ മേഖലകളിൽ വിന്യസിച്ച് കഴിയുമ്പോൾ ഒരു തരത്തിലുള്ള ആക്രമണവും ഇന്ത്യക്ക് മേൽ നടത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ കരുത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് നമ്മൾ S-400 വാങ്ങുന്നു. S-400 വാങ്ങുന്ന ഘട്ടത്തിൽ നമ്മൾ അവരുമായിട്ട് മറ്റൊരു കാര്യത്തിന് കൂടെ ധാരണയിലെത്തിയിട്ടുണ്ട്. പാൻസർ എന്ന് പറയുന്ന ഹ്രസ്വദൂര മിസൈൽ പ്രതിരോധ സംവിധാനം. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഡ്രോണുകളൊക്കെ ഇല്ലേ, കാമിക്കാസ ഡ്രോണുകൾ പോലുള്ള ചാവേർ ഡ്രോണുകൾ, ഇവയൊക്കെ തന്നെ തകർക്കാനുള്ള ശേഷി ഇതിനുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അംഗീകാരം കൊടുത്തു കഴിഞ്ഞു. അവരിപ്പോൾ നമ്മൾ റഫേൽ വാങ്ങുന്നുണ്ട്, വിവിധ നിരീക്ഷണ വിമാനങ്ങൾ വാങ്ങുന്നുണ്ട്. അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്, ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ റഷ്യയുടെ കയ്യിൽ നിന്ന് S-400. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ആകുമ്പോൾ ഇന്ത്യ ഒരു വലിയ കരുത്തിലേക്ക് പറഞ്ഞു. കുശായ 360 ഡിഗ്രിയിൽ നമ്മുടെ കവചിതമായി. അതെ, നമ്മളത് ഏത് രീതിയിൽ വന്നാലും ശരി തന്നെ നമ്മൾക്ക് ആക്രമിക്കാൻ കഴിയുന്ന മൾട്ടി ലെയർ അറ്റാക്കിംഗ് സിസ്റ്റത്തിലേക്കാണ് ഇത് പോകുന്നത്, ഇല്ലെങ്കിൽ മൾട്ടി ലെയർഡ് ഡിഫൻസ് സിസ്റ്റത്തിലേക്കാണ് മാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് മൾട്ടി ലെയർ അറ്റാക്ക് സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. അതായത് സമുദ്രത്തിനടിയിലേക്ക് ആയാലും ആക്രമണം നടത്താനും, സമുദ്രോപരിതലത്തിൽ ആക്രമണം നടത്താനും, ആകാശത്ത് ആക്രമണം നടത്താനും, ഭൂമിയിൽ ആക്രമണം നടത്താനും, ഏത് സംവിധാനത്തിലും ആക്രമണം നടത്താനും പ്രതിരോധം നടത്താനും ഇന്ത്യ പൂർണ്ണ സജ്ജമാണ് എന്നുള്ളതാണ് ഇവിടെ പറയപ്പെടുന്ന കാര്യം. അപ്പോൾ ഈ പ്രോജക്റ്റ് കുശ എന്ന് പറയുന്ന സംവിധാനം ഒരു സമ്പൂർണ്ണ സുരക്ഷ ഒരുക്കാനുള്ള ഒരു സംവിധാനത്തിലേക്കാണ് മാറിയിരിക്കുന്നത് തദ്ദേശീയമായിട്ട്. അപ്പോൾ ഭാവിയിൽ നമുക്ക് കച്ചവടം ചെയ്യാനുള്ളൊരു സാധ്യത വരുന്നു, പ്രതിരോധത്തിൻ്റെ പൂർണ്ണമാകുന്നു. അപ്പോൾ ഇനി പാകിസ്ഥാൻ സൈന്യം ഭയക്കും. പാകിസ്ഥാൻ സൈന്യം പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പേടിയാവുന്നു ഇന്ത്യയെ കണ്ടിട്ട്. കാരണം അവർക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന ഈ F-16 തുർക്കിയുടെ സഹായത്താലാണ് പറത്താൻ കൊള്ളുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അതിനെടുത്ത് പറത്തി ഒരുവിധം ഇന്ത്യക്ക് നേരെ പിടിച്ചു നിൽക്കാനെങ്കിലും കഴിഞ്ഞതെന്ന്. അപ്പോൾ എന്നിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് അവസാനം ഗതികെട്ടിട്ടാണ് ഇന്ത്യ വിളിച്ചിട്ട് പറയുന്നത് ആക്രമണം നിർത്തണേ, ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾക്ക് മതിയായി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ വലിയ കരുത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു നമ്മുടെ S-400 ഇറക്കിയതൊരു ഫാസ്റ്റ് ട്രാക്ക് നടപടിയിലൂടെയാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യ അവരുടെ കരുത്ത് വർദ്ധിപ്പിച്ചതിൻ്റെ തെളിവായിട്ട്, ഇന്ത്യയുടെ കരുത്ത് വർദ്ധിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് എന്ത് സംഭവിച്ചു? S-400 നമുക്ക് തന്ന റഷ്യ ഇപ്പോൾ പറയുന്നത് S-500 നമ്മൾ ഒരുമിച്ചുണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന S-500 എന്ന് പറയുന്ന സംയോജിതമായിരിക്കും. നമ്മൾ ഈ പറയുന്ന ബ്രഹ്മോസൊക്കെ ഉണ്ടാക്കിയല്ലോ, ബ്രഹ്മോസൊക്കെ ഉണ്ടാക്കിയതുപോലെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ S-500 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം കൂടി
നിർമ്മിക്കാം, അവരോടൊപ്പം ചേർന്ന് നിർമ്മിക്കാമെന്നാണ്. അതിൻ്റെ പ്രഹരശേഷി എന്ന് പറയുന്നത് 600 കിലോമീറ്റർ ആയിരിക്കും. ഇപ്പോൾ 400 കിലോമീറ്റർ ആണല്ലോ ഈ പറയുന്നത്, 600 കിലോമീറ്റർ ആണെന്നാണ്. അപ്പോൾ സെക്കൻഡിൽ 7 കിലോമീറ്റർ വരെ വേഗത്തിൽ പറന്ന് ചെല്ലാൻ കഴിയും. 7 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആകാശത്തേക്ക് പോകുന്നതിൻ്റെ, അതായത് ശൂന്യാകാശത്തേക്ക് പോകുന്ന മിസൈലിൻ്റെ വേഗത എന്ന് പറയുന്ന 11 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ 7 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയുള്ള മിസൈലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിവേഗ മിസൈലുകളാണ് എന്നുള്ളതാണ്. സൂപ്പർസോണിക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഹൈപ്പർസോണിക് മിസൈലുകളായിട്ട് ഇവ മാറും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 180 മുതൽ 200 കിലോമീറ്റർ വരെ ഉയരത്തിൽ ഒരു പറക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ S-500 ആ രീതിയിലാണ് വിഭാവനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ പ്രതികരിക്കുന്ന സെക്കൻഡ് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ 5 സെക്കൻഡ് വരെ എടുക്കുമെന്നാണ് പറയുന്നത്. അതായത് ഒരു ഇൻഫർമേഷൻ കിട്ടി, അത് സ്റ്റാർട്ട് ചെയ്ത് പോയി അടിക്കാനായിട്ട് 5 സെക്കൻഡോ 6 സെക്കൻഡിൽ മുകളിൽ എടുക്കുമെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ 4 സെക്കൻഡിലേക്ക് ചുരുങ്ങും S-500 ആകുമ്പോഴത്തേക്കും. അങ്ങനെ വലിയ രീതിയിലുള്ള ശേഷി S-500 91N6AM റഡാറുകൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 96L6 TSP റഡാറുകൾ ഉണ്ടായിരിക്കും. 76 T6 അതുപോലെ തന്നെ 77 T6 എൻഗേജ്മെൻറ്റ് റഡാറുകൾ ഉണ്ടായിരിക്കും. ഇവയൊക്കെ എന്ന് പറഞ്ഞാൽ S-500 ഭാഗമായിട്ട് നിർമ്മിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇന്ത്യ ബ്രഹ്മോസും നിർമ്മിച്ചതുപോലെ. ബ്രഹ്മോസ് എങ്ങനെയാണോ കനത്ത ശക്തിയായിട്ട് മാറുന്നത് എന്നുള്ളതുപോലെ ഇന്ത്യയുടെ ആയുധശേഷിയിൽ S-400 ബദൽ അതിനപ്പുറത്തേക്ക് S-500 കൂടി എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്റ്റെൽത്ത് ട്രാക്കറായിട്ട് കൂടി S-500 മാറുമെന്നുണ്ട്. സ്റ്റെൽത്ത് വിമാനങ്ങളെ സാധാരണഗതിയിൽ ട്രാക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. ഇവിടെ S-500 പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റെൽത്തുകളെ കൂടി ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്ന്. അപ്പോൾ സ്റ്റെൽത്തിനെ മറികടക്കുന്നു എന്നുണ്ടെങ്കിൽ സ്റ്റെൽത്തിനപ്പുറത്തേക്ക് ഒരു പുതിയ മാർഗം കൂടി തുറക്കേണ്ടതുണ്ടായിട്ട് വരും ലോക പ്രതിരോധ സംവിധാനങ്ങൾക്ക് എന്നുള്ളതാണ്. കാരണം സ്റ്റെൽത്തിനെ കണ്ടുപിടിച്ചു, സ്റ്റെൽത്തിനെ അടിച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ ആ വിമാനം കൊണ്ട് ഇനി കാര്യമില്ലല്ലോ, അടുത്ത ഘട്ടത്തിലേക്ക് പോകണമല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ലോകത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നതിലേക്ക് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണം മാറുന്നു എന്നുള്ളത് കൂടിയുണ്ട്. ആ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മളുടെ കുശ വരുന്നത്, കുശ നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഡിഫൻസ് സിസ്റ്റത്തിലേക്ക് മാറുന്നത്. അപ്പോൾ S-500 ആക്കം കൂട്ടും. ഇനി S-500 നിന്ന് 600 ഭാവിയിൽ പോകാനും അതിൽ ഇന്ത്യ ഒരു നിർണായക ശക്തിയാവാനുമുള്ള വലിയ സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇന്ത്യക്ക് അഭിമാനിക്കാം. പാകിസ്ഥാനികൾ പേടിച്ചോടുമ്പോൾ ഇന്ത്യ വലിയ കരുത്തായി മാറിക്കൊണ്ടിരിക്കുന്നു, വലിയ കവചം തീർത്തിരിക്കുന്നു. ഇത് നമ്മൾക്ക് മാത്രമല്ല, നമ്മളുടെ വരും തലമുറകൾക്കും സുരക്ഷിതത്വം ഒരുക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ഭാവിയിൽ നമ്മുടെ തലമുറകൾക്ക്, കടന്നു പോകുന്ന തലമുറകൾക്ക് മുഴുവൻ ഗുണകരമാം വിധത്തിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല.